സുകുമാരൻ നായർക്കെതിരെ NSSൽ വലിയൊരു പടയൊരുക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമെല്ലാം നമ്മൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതാണ്. എന്നാൽ എന്തുകൊണ്ടായിരിക്കും സുകുമാരൻ നായർ CPMനെ അനുകൂലിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പിണറായി വിജയനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നത് എന്നതിനെപ്പറ്റി കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിൽ വ്യക്തിപരമായിട്ടുള്ള ചില നേട്ടങ്ങൾ മാത്രമാണ് അതിന് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ മകളും മരുമകനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില അഴിമതി കേസുകൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു നിലയിൽ ഇപ്പോൾ സുകുമാരൻ നായർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു തികഞ്ഞ ഒരു പാർട്ടിയുടെ അടിമ പോലെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇതിനു മുൻപ് അദ്ദേഹത്തിന് മുൻപേ ഈ NSSന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിച്ചിട്ടുള്ള ആളുകളുടെ ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാകും അവരെങ്ങനെയാണ് സമുദായത്തെ കൊണ്ടുപോയതെന്നും സമുദായത്തെ ഈ കേരളത്തിൻ്റെ ഒരു ഒരു അവിഭാജ്യ ഘടകമാക്കി മാറ്റിയെന്നും നമുക്ക് ഇതിൻ്റെ ഒരു ചരിത്രം നമുക്ക് മനസ്സിലാകും. എന്നാൽ മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികളോട് അവർ സ്വീകരിച്ചിട്ടുള്ള സമീപനങ്ങളും വളരെയേറെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു സമീപനമായിരുന്നു. എല്ലാവരോടും വളരെ സൗഹാർദ്ദപരമായിട്ട്, എന്നാൽ ചേർത്ത് നിർത്തേണ്ടവരെ ചേർത്ത് നിർത്തിയും അങ്ങനെ ഒരു സമദൂരം നിലപാടിലായിരുന്നു എല്ലാ കാലത്തും NSS സ്വീകരിച്ച് പോന്നിരുന്നത്. എന്നാൽ പിന്നീട് ഇപ്പോഴാണ് അതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ജനറൽ സെക്രട്ടറി ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളോടും അതിൻ്റെ മുഖ്യമന്ത്രിയോടും വളരെ അടുത്ത് ചേർന്ന് നിന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടുകൾ പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയത്. അത് കഴിഞ്ഞ അതിൻ്റെ ഒരു വഴി നമുക്ക് അറിയാം. അതായത് ആദ്യമായിട്ട് അയ്യപ്പ സംഗമത്തെ അനുകൂലിച്ചുകൊണ്ടായിരുന്നു NSS രംഗത്ത് വന്നത്. മാത്രമല്ല, പിന്നീട് പമ്പയിൽ അയ്യപ്പ സംഗമം നടക്കുമ്പോൾ അവിടേക്ക് പ്രതിനിധികളെ അയച്ചുകൊണ്ട് തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുകയും സർക്കാരിനോടുള്ള വിധേയത്വം കാണിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അതിനുശേഷമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിനോട് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിധേയത്വപരമായിട്ടുള്ള നിലപാടുകൾ പുറത്തു വരുന്നത്. അതായത് സുകുമാരൻ നായർ പറയുന്നത് പിണറായി വിജയന് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റാമായിരുന്നല്ലോ, എന്നിട്ടും അദ്ദേഹം കയറ്റിയില്ലല്ലോ എന്നുള്ളൊരു നിലപാടാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, കോൺഗ്രസിനെയും BJPയെയും ഇതോടൊപ്പം തന്നെ അദ്ദേഹം തള്ളിപ്പറയുന്ന ഒരു നിലപാടിലോട്ടും കാര്യങ്ങൾ പോയിരുന്നു. അവർ വാക്ക് പാലിച്ചില്ല, BJP ആണെങ്കിൽ പോലും വാക്ക് പാലിച്ചില്ല, ഇതിന് ബദലായി നിയമം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അവർ ഈ വഴിക്ക് കണ്ടില്ല എന്നൊക്കെയുള്ള BJPയെയും കോൺഗ്രസിനെയും തള്ളിക്കൊണ്ടുള്ള നിലപാടുകളായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. മാത്രമല്ല, ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളാരും തങ്ങളോട് സംസാരിക്കാറില്ല, വിളിക്കാറില്ല, വരാറില്ല, അങ്ങനെയുള്ള പരാതികളും അദ്ദേഹം പറഞ്ഞിരുന്നു. മാത്രമല്ല, പിണറായി വിജയനായിട്ട് കഴിവതും മിക്ക ദിവസങ്ങളിലും സംസാരിക്കും എന്ന ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് CPMലോട്ടും ഇടതുപക്ഷത്തോടും എത്രത്തോളം സുകുമാരൻ നായർ ചായുന്നു എന്നതിൻ്റെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടത്. അതിന് അദ്ദേഹത്തിന് അതിൻ്റെതായ ചില വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അതിലെ ഒരു സത്യം എന്ന് പറയുന്നത്. എന്തായാലും ഈ സുകുമാരൻ നായരുടെ ഈ ഒരു നിലപാടുകളോട് ഒരിക്കൽ പോലും NSSലെ മറ്റ് അംഗങ്ങളോ അല്ലെങ്കിൽ മറ്റ് ആ NSS ഭരണസമിതിയിൽപ്പെട്ടവരോ ഇതിനോടൊന്നും വലിയ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ സുകുമാരൻ നായർ പറഞ്ഞിരിക്കുന്ന നിലപാടുകളും പുള്ളി സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകളുമെല്ലാം അദ്ദേഹത്തിൻ്റെ മാത്രമാണ്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉള്ളത് ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരി പുഴവാതിൽ ഈ ഒരു കുടുംബത്തിലെ 4 പേർ, അതായത് NSSൽ ഉണ്ടായിരുന്ന 4 പേർ രാജിവെക്കുകയും ഇദ്ദേഹത്തിനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു ചില സംഭവങ്ങൾ കൂടി നമ്മൾ കണ്ടതാണ്. അതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് NSS എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, സുകുമാരൻ നായരുടെ ഇത്തരം നിലപാടുകളോട് എങ്ങനെയാണ് NSSൽ ഉള്ളവർ തന്നെ കാണുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും തള്ളിക്കൊണ്ട് തന്നെയാണ് ആ ഒരു സമുദായം ഇപ്പോഴും നിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, കുറച്ച് നാളുകളായിട്ട് CPM ഇപ്പോൾ സാമുദായിക സംഘടനാ നേതാക്കളെയും മതസംഘടനാ നേതാക്കളെയും കണ്ടുകൊണ്ട് അവരുടെ കൂടെ വോട്ട് വാങ്ങി ജയിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള സർക്കാരിൻ്റെ ഒരു നിലപാടുകളും സർക്കാരിൻ്റെ ചില രീതികളും കണ്ടാൽ തന്നെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം മറ്റൊന്നുമല്ല, ഇതിനു മുൻപ് 2018 ശബരിമല സ്ത്രീ പ്രവേശനം വിധി വരുന്നു. അതിനുശേഷം വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നായിട്ടും ഈ വിധിക്കെതിരെ ഉയരുന്നു.
എന്നാൽ പിന്നീട് സർക്കാർ സ്വീകരിച്ച നിലപാട് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു വിധിയെ സ്വാഗതം ചെയ്യുകയും ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടിലോട്ട് കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നു. നമ്മളന്ന് വാർത്തകളിലൊക്കെ കണ്ടവരാണ്. പോലീസിന്റെ ഹെൽമെറ്റും ജാക്കറ്റും അണിയിച്ചുകൊണ്ട് 2 സ്ത്രീകളെ ശബരിമല നട കയറ്റുന്നതും ഉൾപ്പെടെയുള്ള വാർത്തകളൊന്നും നമ്മൾ കണ്ടതാണ്. അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ കേരളത്തിൽ ഉണ്ടായതാണ്. അതിന് ഏറ്റവും മുന്നിൽ നിന്ന ഒരു സംഘടന എന്ന് പറയുന്നത് തീർച്ചയായിട്ടും NSS തന്നെയാണ്. NSS തന്നെയാണ് നാമജപഘോഷയാത്ര എന്ന പേരിൽ ഒരു പ്രതിഷേധ പരിപാടി നടത്തുന്നതും അത് പിന്നീട് കേരളമൊട്ടാകെ വ്യാപിക്കുന്നതും മറ്റു പല രാഷ്ട്രീയ പാർട്ടികളും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. മാസങ്ങളോളം നീണ്ടുനിന്ന ഒരു അക്രമ സംഭവങ്ങൾ കേരളത്തിൽ നീണ്ടു നിന്ന ഒരു വലിയൊരു സംഭവമായിരുന്നു അത്. അതിനുശേഷമാണ് പിന്നീട് 6 വർഷങ്ങൾക്ക് ശേഷം സുകുമാരൻ നായർ ഇത്തരത്തിലൊരു നിലപാടുമായിട്ട് മുന്നോട്ട് വരുന്നത്. അതായത് സർക്കാരിൻ്റെ അന്നത്തെ പ്രവർത്തികളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ അങ്ങനെയല്ലല്ലോ, ഇപ്പോൾ അവർ നിലപാട് മാറ്റിയല്ലോ എന്നൊരു ഒരു നയത്തിലേക്ക് സുകുമാരൻ നായർ മാറുന്നതും സർക്കാരിന് വേണ്ടി സംസാരിക്കുന്നതും എല്ലാം ചെയ്യുന്നതും അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള പിണറായി വിജയന്റെയും CPM-ന്റെയും സൗഹൃദം എന്ന് പറയുന്നത്. അതായത് ആദ്യകാലങ്ങളിൽ അതായത് VS അച്യുതാനന്ദൻ നയിച്ച ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം, അതായത് 1ാം പിണറായി വിജയൻ സർക്കാരിന് കാരണമായ തെരഞ്ഞെടുപ്പ് പ്രചരണം 2014 അവർ അധികാരത്തിൽ വരുന്നതിന് കാരണമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ ആക്രമിച്ചിരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി നടേശനായിരുന്നു. വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള കേസുകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നമുക്കറിയാം. അത്തരത്തിൽ പിന്നീട് ഇപ്പോഴത്തെ ഒരു വർഷങ്ങൾ 9 വർഷം പൂർത്തിയാകുമ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് വെള്ളാപ്പള്ളി നടേശനെയും കൂടെ കൂട്ടിക്കൊണ്ടുള്ള ഒരു യാത്രയിലോട്ടാണ് ഇപ്പോൾ സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവം കൂടി നമ്മൾ കണ്ടതാണ്. മാതാ അമൃതാനന്ദമയ്യെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള മന്ത്രി സജി ചെറിയാന്റെ ചില നിലപാടുകൾ. അവരുടെ ഒരു പരിപാടിയിൽ അവിടെ ചെന്നുകൊണ്ട് അവരെ ആദരിക്കുന്ന ചില പരിപാടികളും അവരെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന ചില പരിപാടികളൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് ഇനി മുന്നോട്ട് ജയിക്കാൻ ഇനി സാമുദായിക വോട്ടുകളും മതസംഘടനകളുടെ വോട്ടുകളും വേണം എന്നൊരു നിലയിലേക്ക് CPM പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇതിനു മുൻപ് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസ് നമുക്കറിയാം പൂർണ്ണമായിട്ടും ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും വളരെ അനുഭാവപൂർവ്വമായിട്ട് പെരുമാറുകയും എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു രീതിയായിരുന്നു കോൺഗ്രസിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ മത നേതാക്കളോടും ഈ മത സാമുദായിക അംഗങ്ങളോടും എല്ലാവരോടും വളരെ സൗഹാർദ്ദപരമായിട്ട് പെരുമാറുകയും അവരോടെല്ലാം വളരെ അനുഭാവപൂർവ്വം പെരുമാറുകയും അവരുടെ ആവശ്യങ്ങൾ കേൾക്കുകയും പരിഗണിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു രീതിയായിരുന്നു കോൺഗ്രസിന് ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു 9 വർഷമായിട്ട് ഇപ്പോൾ കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ ഇല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇവിടെയാണ് ഒരു വസ്തുത. അപ്പം അതിന് പിന്നാലെ ഇപ്പോൾ ഇനി അടുത്ത വർഷം, അതായത് 2026 ഇനി അടുത്ത ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആര് ഭരിക്കണം എന്നൊരു തീരുമാനം ഇതിനോടകം ജനം എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പം പ്രതിപക്ഷത്തിന് ഇപ്പോൾ, അതായത് കോൺഗ്രസിന് UDF-നും ഇപ്പോൾ എടുത്തു കാണിക്കാൻ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഭരണപരാജയങ്ങൾ തീർച്ചയായിട്ടും സർക്കാരിനെ സംബന്ധിച്ച് ഉണ്ട്. അപ്പം ഇതെല്ലാം എടുത്തു കാണിച്ചുകൊണ്ടുള്ള കോൺഗ്രസിന്റെ പരിപാടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പിന്നാലെയാണ് ജയിക്കണമെങ്കിൽ ഇനിയിപ്പോൾ മത വോട്ടുകൾ വേണം അല്ലെങ്കിൽ സാമുദായിക വോട്ടുകൾ വേണം എന്നൊരു നിലപാടിലോട്ട് CPM-ഉം എത്തിച്ചേരുന്നത്. അതായത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഇനി ഒരിക്കലും കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊരു നിലയിലേക്ക് തീർച്ചയായിട്ടും CPM എത്തിക്കഴിഞ്ഞു, സർക്കാരും എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആകെ ചെയ്യാനുള്ളത് ഇനിയിപ്പോൾ മതസാമുദായിക നേതാക്കളുടെ കാലു പിടിച്ചുകൊണ്ട് വോട്ട് നേടാനുള്ള പരമാവധി ശ്രമം നടത്തുക എന്നുള്ളതാണ് സർക്കാരിനെ സംബന്ധിച്ച് മുന്നിലുള്ള ഏക വഴി. ഇപ്പം NSS-ന്റെ വോട്ടുകൾ നേടുന്നത് വഴി, അതോടൊപ്പം ഈഴവ സമുദായത്തിന്റെ വോട്ടുകൾ നേടുന്നത് വഴി, അതോടൊപ്പം മാതാ അമൃതാനന്ദമയുടെ യോടുള്ള അനുഭവം പ്രകടിപ്പിക്കുന്ന വഴി ആ വഴിക്ക് കുറച്ച് വോട്ടുകൾ നേടാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് തീർച്ചയായിട്ടും CPM തന്നെ കരുതുന്നത്. അതിന് കാരണം മറ്റൊന്നുമില്ല, നമ്മുടെ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ഭൂമിക എന്താണെന്നുള്ളതിനെ പറ്റി നമുക്ക് കൃത്യമായിട്ടുള്ളൊരു വ്യക്തത നമുക്കുണ്ട്. ഇപ്പോൾ മലബാർ മേഖലയിൽ, അതായത് വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അതോടൊപ്പം തെക്കൻ കേരളത്തിലെയും ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഭൂമിക എന്താണെന്നുള്ളതിനെ പറ്റി നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതായത് വടക്കൻ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും CPM-ന് വോട്ട് ബാങ്ക് എന്ന് പറയുന്ന രീതിയിലുള്ള വോട്ടുകൾ തീർച്ചയായിട്ടും ഉണ്ട്.
എന്നാൽ മധ്യ കേരളത്തിൽ വരുമ്പോൾ അത് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിനെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു വോട്ട് ബാങ്കും തീർച്ചയായിട്ടും CPM-ന് അല്ലെങ്കിൽ LDF-ന് ഉണ്ട് എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത്. പക്ഷേ കാര്യങ്ങളൊന്നും തീരുമാനിക്കുന്നത് ഇവിടെയല്ല. കാര്യങ്ങളെല്ലാം തീരുമാനിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും തെക്കൻ കേരളത്തിലെ വോട്ടുകളാണ് തീർച്ചയായിട്ടും കേന്ദ്രീകരിക്കപ്പെടുക. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ സാമുദായിക സംഘങ്ങളും സാമുദായിക സംഘടനകൾ തീർച്ചയായിട്ടും ശക്തി പ്രാപിച്ചിട്ടുള്ളത് ഈ പറയുന്ന തെക്കൻ കേരളത്തിൽ ആണ് എന്നുള്ളതാണ് CPM-നെ സംബന്ധിച്ച് അവരിലേക്ക് അടുപ്പിക്കുന്ന പ്രധാന ഘടകം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതോടൊപ്പം മാതാ അമൃതാനന്ദമയെ ചേർത്ത് പിടിക്കുന്നതിലൂടെ തീരദേശ വോട്ടുകൾ കൂടി കൂടുതൽ സ്വരൂപിക്കാം എന്ന ഒരു കണക്കുകൂടലാണ് തീർച്ചയായിട്ടും CPM ഉള്ളത്. അതുപോലെ തന്നെ SNDP-യെയും NSS-നെയും ചേർത്ത് പിടിക്കുന്ന വഴി അങ്ങനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഇപ്പോൾ NSS-ന്റെ നിലപാട് ഒരിക്കലും CPM-നൊപ്പമാണ് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസത്തെ വാർത്തകൾ അനുസരിച്ച് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ സുകുമാരൻ നായർ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള നിലപാടുകൾ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം സ്വീകരിച്ച നിലപാടിനപ്പുറം ഈ സ്വീകരിച്ച നിലപാടുകൾക്ക് മറ്റ് രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ NSS-ലെ മറ്റ് സാമുദായിക അംഗങ്ങളുമായിട്ടോ അല്ലെങ്കിൽ സാമുദായിക വോട്ടുകളുമായിട്ടോ യാതൊരു ബന്ധവുമില്ല എന്നത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ, സമുദായത്തിലെ മറ്റംഗങ്ങളും ഇത് തിരിച്ചറിയും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.